welcome to our influencers meet. കോഴിക്കോട് വന്നിട്ട് ഹൈലൈറ്റ് മാളിലൊരു പ്രോഗ്രാമായിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി, ഒരുപാട് പുതിയ പുതിയ സൗഹൃദങ്ങൾ കിട്ടി. ഞാൻ എപ്പോഴും പറയും, ഓരോ യാത്രകളും നമുക്ക് ഓരോ സൗഹൃദങ്ങളും ഓരോ സന്തോഷങ്ങളും കാഴ്ചവെക്കുന്നതാണ്. ഇവിടെ മൊത്തത്തിൽ സൗണ്ടും കാര്യങ്ങളും ഒക്കെ അത് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോന്റെ ഇൻട്രോ സന്ധ്യാമയാണ്. സോ നമ്മളുള്ളത് കാലിക്കറ്റ് ഹൈലൈറ്റിൽ പാലക്സി തിയേറ്ററിലാണ്. ഇന്ന് നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് പ്ലസ് അതിന്റെ കൂടെ നമ്മൾ ഹൈലൈറ്റ് ഗ്രൂപ്പുമായിട്ടുള്ളൊരു മീറ്റപ്പ് ആണ്. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിന് വരുന്നത്. പോയ പാടെ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളും കിട്ടി. ഞാൻ പോകുമ്പോഴേ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് പോയത്. കാരണം നമ്മൾ കാണുന്ന സ്ഥിരമായ വീഡിയോസിൽ കാണുന്ന ഒരുപാട് യൂട്യൂബേഴ്സിനും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഒക്കെ കണ്ട ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റ്മെന്റിലായിരുന്നു. മുക്താർക്ക, സോ എപ്പോഴും ഞാൻ മുക്താർക്കാന്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണായിരുന്നു. ഇതാണ് നമ്മുടെ ഷർമീന, ആളായിരുന്നു നമുക്ക് കിട്ടിയ എക്സിക്യൂട്ടീവ്. അവർ ഓരോ ഇൻഫ്ലുവൻസേഴ്സിനും ഓരോ എക്സിക്യൂട്ടീവ്സിനെ വെച്ചിട്ടായിരുന്നു ഹൈലൈറ്റ് മാൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളവിടെ എല്ലാ കാര്യത്തിനും A to Z കാര്യത്തിനും നമ്മളെ ബാക്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും ആളുണ്ടായിരുന്നു. കണ്ടല്ലോ നിങ്ങൾ, ഓൾമോസ്റ്റ് 100+ ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കാണാൻ പറ്റി. പിന്നെ നമ്മൾ സന്ധ്യാമ്മ, കടൽമച്ചാനൊക്കെ ഓൾറെഡി എനിക്ക് അറിയാം, ബട്ട് നേരിട്ട് മീറ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ്. സന്ധ്യാമ്മയൊക്കെ ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ, സംസാരിക്കുമ്പോൾ ഒക്കെ ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ ഇനി മുതൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ ഒരു സക്സസ് സ്റ്റോറിയാണ്. സത്യം പറഞ്ഞാൽ ഇത്രയ്ക്കും ഒരു എഫേർട്ടിലാണ് ഹൈലൈറ്റ് ഗ്രൂപ്പിൽ നിന്ന് ഇവിടെ എത്തിയതെന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു മീറ്റപ്പിലാണ് മനസ്സിലാക്കിയത്. അവരുടെ ജേർണി എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ അവരുടെ എഫേർട്ടിന്റെ ഫലമായിട്ടുള്ള ഒരു സക്സസ് സ്റ്റോറി കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രൗഡാണ് ഹൈലൈറ്റ് ഗ്രൂപ്പിനോട് തോന്നിയത്. അതിലും എന്നെ ഞെട്ടിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 4 യങ്ങസ്റ്റ് ചുണ കുട്ടികളാണെന്ന് അറിഞ്ഞപ്പോൾ അതിലും ഞെട്ടലോടെയായിരുന്നു. സോ ആ ഒരു 4 ചെയറിൽ ഒരു ലേഡിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇൻസ്പയറേഷനായി. കാരണം ഇവരുടെയൊക്കെ സംസാരം, ഇവർക്ക് വേർഡ്സ് ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള ഭയങ്കര ഒരു ഇൻസ്പയറേഷൻ പ്ലസ് എന്താ പറയുക. സോ ആക്ച്വലി എനിക്ക് ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ബിസിനസ് തന്നെ ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മീറ്റപ്പ് ആയിരുന്നു. പിന്നെ നമ്മുടെ കറന്റ് സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ ആലിബും റനയും, കോഴിക്കോടിന്റെ സ്വന്തം റനയുടെ സ്വന്തം ആലിബ് എന്ന് പറയാൻ പറ്റും. അങ്ങനെ നമ്മുടെ മീറ്റപ്പ് കാര്യങ്ങളൊക്കെ കൺക്ലൂഷനിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ നമുക്ക് ഡിന്നർ ടൈമാണ്. അങ്ങനെ നൈറ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹൈലൈറ്റിൽ ഭയങ്കര കാം ആൻഡ് ക്വൈറ്റിലായിട്ടുള്ള സ്പോട്ടിലായിരുന്നു അറേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതിന്റെ ഡെക്കറേഷൻ കാര്യങ്ങൾ മൊത്തം അറേഞ്ച്മെന്റ്സ് ചെയ്തത് നമ്മുടെ മലപ്പുറത്തുള്ള എയർലൈൻസ് വന്ന കാറ്ററിങ്സ് ആണ്. അടിപൊളി ആംബിയൻസും കാര്യങ്ങളുമാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഫുഡ് അറേഞ്ച്മെന്റ്സ് ആയിക്കോട്ടെ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആയിക്കോട്ടെ, എല്ലാം നമ്മളിങ്ങനെ നടന്ന് കണ്ട് ആസ്വദിക്കായിരുന്നു. ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ തന്നെ അത്രയ്ക്കും വെൽ ആയിട്ട് ഇവർ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ പോയി നോക്കി. സോ ആദ്യം തന്നെ ഞാൻ പോയി നോക്കിയത് നമ്മുടെ സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഡെസേർട്ട്സും സ്റ്റാർട്ടേഴ്സും ഒക്കെ. ഈ സ്റ്റാർട്ടേഴ്സിലുള്ള ഈ ഒരു സംഭവം എടുത്ത് പറയുന്നത് നമ്മുടെ കണവ ഫ്രൈ ചെയ്തതുകൊണ്ടാണ് ഭയങ്കര ക്രിസ്പി ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നമ്മുടെ കാലിക്കറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത് എന്തായാലും കാലിക്കറ്റുകാർ നമ്മുടെ കൂന്തൽ നിറച്ചത് ഹിറ്റായ പോലെ ഹിറ്റാവുന്ന ഉറപ്പാണ്. അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ ചെമ്മീൻ ഫ്രൈഡ്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തില്ലായിരുന്നു. അതൊക്കെ ട്രൈ ചെയ്ത് അതൊക്കെ ഭയങ്കര ഫ്രഷ് ആൻഡ് ജ്യൂസി ആൻഡ് അടിപൊളിയായിരുന്നു ഗൈസ്. ഓരോ ഫുഡും എടുത്തു പറയണം. പിന്നെ അവരുടെ മട്ടൻ ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം അത്രയും ജ്യൂസി ആയിട്ടുള്ള ഒരു മട്ടൻ ബിരിയാണി ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും കഴിക്കുന്നുണ്ടാവാം. ഞാൻ മട്ടൻ ബിരിയാണിന്റെ വലിയ ഫാനൊന്നല്ല, ബട്ട് ഇവിടുന്ന് കഴിച്ചപ്പോൾ ഭയങ്കര ഫാൻ ആവുകയും ചെയ്ത്. പിന്നെ നമ്മുടെ മീൻ പൊള്ളിച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ടേസ്റ്റുകളാണ് ഇവർ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തത്. നമ്മളെല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ആ ഒരു ഡിന്നർ ഡേറ്റ് അടിപൊളിയാക്കി. കാരണം കുറേ എന്താ പറയുക, കാലത്തിന് ശേഷം ഇവരൊക്കെ കാണുന്നുള്ള ഭയങ്കര ആഗ്രഹം നമുക്ക് അവിടെ നിന്ന് തന്നെ സാധിച്ചു എന്നുള്ളതാണ്. അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, സംസാരിക്കുമ്പോൾ ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്ത്, ഫുഡടക്കം നമ്മളൊക്കെ ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര ഫ്രണ്ട്ലി എല്ലാവരായിട്ട് എല്ലാവരും കാണാൻ പറ്റിയത് അതിലും സന്തോഷം എന്ന് ചിന്തിച്ച് ഞാൻ ആ ഒരു ഡേറ്റ് സത്യം പറഞ്ഞാൽ ഭയങ്കര എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇത്രയും ദിവസം ഷുഗർ ഡയറ്റ് എടുത്തതൊക്കെ വേസ്റ്റ് ആയി ഗൈസ്. അത്രയും ഷുഗർ അടിച്ച് കയറ്റിയിട്ടുണ്ട്. സോ എന്തായാലും താങ്ക് യു സോ മച്ച് ഹൈലൈറ്റ് ഗ്രൂപ്പ് ഫോർ